ആണ് നമ്മുടെ വിവാദമായ ബംഗ്ലാവിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഭയങ്കര വിവാദം. ഒരു വീഡിയോ ഞാൻ ഇട്ടു, ആൾതാമസം ഇല്ലാത്ത വീടല്ലേ, വൃത്തിമെനയില്ലേ, അങ്ങനല്ലേ ഇങ്ങനല്ലേ, റീലെടുക്കുന്ന സമയം കൊണ്ട് നിങ്ങൾക്ക് ആ വീടൊന്ന് വൃത്തിയാക്കി കൂടെ എന്നൊക്കെ കുറേ കമൻറ്റ്സ്. വൃത്തിയാക്കലേ ഇല്ലേ, ഫോണും കൊണ്ട് നടക്കൽ മാത്രമാണോ പണി എന്നും പറഞ്ഞങ്ങനെ കുറേ കമൻറ്റ്സ് കണ്ടിരുന്നു കേട്ടോ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറയട്ടെ, വൃത്തിയാക്കാഞ്ഞിട്ടല്ല. നമ്മുടെ ഈ പ്രദേശത്ത് എപ്പോഴും വെള്ളക്കെട്ടുള്ളൊരു പ്രദേശമാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ സെപ്റ്റംബർ ഒക്ടോബർ മാസം വരെ, ഒക്ടോബർ ഫുള്ള് നവംബർ പകുതി വരെയും ഇത് ചാല കേട്ടോ. ഇവിടെ നിന്ന് അങ്ങനെ ഇങ്ങനെ ചാലെന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകാൻ എനിക്കല്ല, തോട്. അതായത് ഇതും തോടാണ്. തോട് നികത്തിയിട്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് കണ്ടോ, എല്ലാവരും അവനവൻ്റെ വീട്ടിലേക്ക് വാതുക്കലോട്ട് നടന്നു കയറണമല്ലോ. അപ്പം എല്ലാവരും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ അപ്പുറത്തോട്ട് നീങ്ങിയിട്ടുണ്ട്, അതും തോടാണ്. അങ്ങ് തോടാണ് കേട്ടോ. ഈ സൈഡ് ഇങ്ങനെ അങ്ങ് തോടാണ്. ഈ തോടിങ്ങനെ അവിടെ ചെല്ലുമ്പോൾ അതിൻ്റെ അടിയിൽ കൂടെ തൂമ്പ്, പിന്നെ അങ്ങോട്ട് ആ സൈഡിലോട്ട് അങ്ങനെ തോട് കിടക്കുന്നതാണ്. അപ്പോൾ മഴക്കാലമായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 മഴ നല്ല രീതിയിൽ തകർത്ത് പെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ റോഡിൽ വെള്ളമാണ്. ഇപ്പോൾ ഇനിയിപ്പോൾ ഒരു മെയ് ലാസ്റ്റോട് കൂടി പെയ്യണം മഴ, അന്നേരം തുടങ്ങണം വെള്ളക്കെട്ട്. മഴയും വെള്ളപ്പൊക്കവും ഒക്കെ കഴിയണത് ഞാൻ പറയില്ലേ, ഒരു നവംബർ മാസം ആകുമ്പോഴാണ് മഴയും വെള്ളപ്പൊക്കവും പൂർണ്ണമായിട്ട് മാറി ഒരു ഇതാണ്. അതുവരെ നമ്മൾ ഇവിടെ ഒന്നും ചെയ്തിട്ട് കാര്യമില്ല. അങ്ങ് ചള്ള കുത്തും കിടന്നുണ്ടങ്ങ് നമുക്കൊന്നും ചെയ്യാനൊക്കത്തില്ല, ഇറങ്ങാനൊക്കത്തില്ല. വെള്ളം അളിഞ്ഞു പൊളിഞ്ഞ് ഈ റോഡിൽ ഞാൻ എൻ്റെ ഫേസ്ബുക്ക് വീഡിയോ കണ്ടിട്ടുള്ള എൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലാവും ഇവിടെ എങ്ങനെയാണ് ഈ സമയത്ത് കിടക്കണതെന്നുള്ളത്. എല്ലാ സുഹൃത്തുക്കൾക്കും മനസ്സിലാവുന്ന കാര്യമാണ്. അത് കണ്ടിട്ടില്ലാത്തവരാണ് അധികവും വന്ന് കിടന്ന് ഇങ്ങനെ പറയണത്. ഈ വെള്ളക്കെട്ടിൽ ഉള്ള പ്രദേശങ്ങളിൽ താമസിക്കുന്നവർക്ക് മനസ്സിലാവും ഞാൻ ഈ പറയുന്ന ദുരിതം എത്രത്തോളമാണ്. അത് നമ്മൾ അങ്ങനെയുള്ള പ്രദേശത്തൊന്നും താമസിക്കണം, നമുക്ക് വേറെ മാർഗ്ഗമില്ല. അങ്ങനെയുള്ളിടത്ത് താമസിക്കുന്നവർക്ക് അത് നന്നായിട്ട് മനസ്സിലാവും. അപ്പം ഈ ഒരു മെയ് ലാസ്റ്റോട് കൂടി ജൂൺ മുതൽ നവംബർ മാസം വരെയും ഈ വെള്ളക്കെട്ടുള്ള പ്രദേശമാണ്. എപ്പോഴും ഈ റോഡിലൊക്കെ, നമ്മുടെ ഈ റോഡിലൊക്കെ മുട്ടിന് മേളിൽ വെള്ളമാണ് എപ്പോഴും. നമ്മുടെ കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോണതും അസുഖമുള്ളവരും അല്ലാത്തവരും, പിന്നെ ഈ വെള്ളത്തിൽ ചവിട്ടിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ചൊറിച്ചിൽ ഇൻഫെക്ഷൻ ഉള്ളവരും ഒക്കെ ഉണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, വേറെ മാർഗ്ഗമൊന്നുമില്ല. വെള്ളമായി കഴിഞ്ഞാൽ ഇവിടെ വെള്ളക്കെട്ടാണ്. ഇനിയിപ്പോൾ ഇതിനേക്കാൾ കൂടുതൽ വെള്ളക്കെട്ടായിരിക്കും നമുക്കിവിടെ വരാൻ പോകണം. കാരണം ഈ റോഡ് ഇങ്ങനത്തെ റോഡ് പണിഞ്ഞു കഴിഞ്ഞിട്ടിരിക്കുകയാണ്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ ചാല് കേട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞ ചാല്, കാണിച്ചു തരാം അല്ലേ. ഇതാണ് ഞാൻ പറഞ്ഞ ചാല്. ഇതാ ഈ റോഡ്, ഇതുപോലെ തന്നെ റോഡാണ്. ആ റോഡ് കിളത്തി പണിഞ്ഞതുകൊണ്ട്, ഈ റോഡിങ്ങനെ കിളത്തി പണിഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇനിയിപ്പം വെള്ളക്കെട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഈ റോഡ് നന്നായിട്ട് താന്നിട്ടാണുള്ളത്. അപ്പം ഇനി വെള്ളം പൊങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നല്ല പോലെ വെള്ളം കെട്ടിക്കിടക്കും. കാരണം വെള്ളം എങ്ങോട്ടും പോകാനൊരു മാർഗ്ഗമില്ലാതെ കിടക്കുകയാണ്. അപ്പം അങ്ങനെ ഒരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അതിന് ചെയ്യേണ്ട നടപടികൾ അധികാരികൾ തന്നെ ചെയ്യുക എന്നുള്ളതാണ്, അല്ലാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, വൃത്തിയാക്കുന്നില്ലേ എന്ന് പറഞ്ഞു. കണ്ട് ഈ സാധനം കണ്ട, ഈ ഒരു ടൈപ്പ് പുല്ല്, ഇതാരൊക്കെ എവിടെയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയില്ല. കാണാൻ നല്ല ഭംഗിയാണ്, നോക്കി നല്ല രസമാണ് കാണാൻ. പക്ഷേ ഇത് എത്രത്തോളം ഒരു എന്താണ് ഇതിനെ എനിക്കറിയില്ല. ഇത് ആരൊക്കെ കണ്ടിട്ടുണ്ടെന്ന് എനിക്കറിയില്ല. ഇത് നമ്മളാരും ഉദ്ദേശിക്കുന്നതാണെങ്കിൽ അങ്ങനെ പറിച്ച് നീക്കാനോ ചെത്തി മാറ്റാനോ പറ്റുന്നൊരു ഒരു പുല്ലേ അല്ല. ഇതിൻ്റെ വീഡിയോസ് ഞാൻ നേരത്തെ എൻ്റെ ഫേസ്ബുക്കിൽ ഇട്ടിട്ടുണ്ട്. അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. നമ്മൾ മെഷീൻ റെൻറ്റിനെടുത്തിട്ട് മെഷീൻ കൊണ്ടുവന്നിട്ട് എന്നാലും മെഷീൻ കൊണ്ടുവന്നാലും ഇതിൻ്റെ ടോപ്പ് മാത്രമേ, അതായത് ഈ മേൽഭാഗം മാത്രമേ ചെത്തി പോവുകയുള്ളൂ. അതൊരിക്കലും അതിൻ്റെ വേരോട് കൂടിയിട്ട് ഇതിനെ നശിപ്പിക്കാൻ പറ്റില്ല. നമ്മൾ എത്ര ഇത് വേരോടെ നശിപ്പിച്ചാലും ഉണ്ടാകുന്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് ഈ വേരിൻ്റെ ഒരു ചെറിയൊരു ഈ വലിപ്പത്തിലൊരു വേരെങ്കിലും കടന്നു കഴിഞ്ഞാൽ അതേ കടന്നിത് പൊട്ടിമുളച്ച് കാട് പോലെ വരുന്നതാണ്. അതിവിടെ വർഷങ്ങളായിട്ടുള്ളതാണ്. ഈ സൈഡിൽ നിന്നൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നവർക്ക് അറിയാൻ പറ്റും. അല്ലാത്തവർ ചുമ്മാതെ ഇങ്ങനെ ഇരുന്നിട്ട് അയ്യോ വൃത്തിയാക്കുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരുന്നുകൊണ്ടത് ഇത് കണ്ടോ ഇങ്ങനെ അങ്ങ് കിടക്കുകയാണ്. നമ്മൾ ഉദ്ദേശിക്കുന്നതൊക്കെ പറിക്കാനൊന്നും പറ്റുകയില്ല. പിന്നെ മരുന്ന് ഒഴിക്കുന്നതിനെക്കുറിച്ച് പറഞ്ഞു. അടുത്തടുത്ത് എല്ലാ വീടുകളിലും കിണറുള്ളതാണ്. നമ്മുടെ വെള്ളത്തിന് അതൊരു ദൂഷ്യം ചെയ്യുന്നത് കൊണ്ട് നമുക്കത് ഒട്ടും ഉപയോഗിക്കാനും പറ്റുകയില്ല. അതുപോലെ തന്നെ ഒരു സാധനമാണ് ഇതിൻ്റെ ഈ പടർന്ന് പിടിക്കുന്നുണ്ട്. ഇതൊരു തരം പുല്ലാണ്. നമ്മൾ ഓർക്ക് ഇത് ഏതാണ്ട് പറിച്ചിട്ടിരിക്കുന്നതല്ല. ഇതൊരു ടൈപ്പ് ഇത്തിളെന്ന് പറയും നമ്മുടെ നാട്ടിലൊക്കെ കേട്ടോ. അപ്പം ഇതൊക്കെയാണ് പ്രശ്നം, അല്ല നമ്മൾ വൃത്തിയാക്കാഞ്ഞിട്ടല്ല. ഈ ഇത്രയും ഭാഗം തന്നെ ചെത്തുന്നതിന് എന്തൊരു ബുദ്ധിമുട്ടുണ്ടെന്നറിയാം നമുക്ക്. ഇപ്പം എനിക്ക് ഒരാളെ നിർത്തിയിട്ട് ഇവിടെ ചെത്തി വൃത്തിയാക്കാനൊന്നും എന്നെക്കൊണ്ട് എനിക്ക് അതിനുള്ള സാമ്പത്തികം കാര്യങ്ങളൊന്നുമില്ല. ഉള്ളത് നമ്മളുള്ളതായിട്ട് പറയണമല്ലോ. ഞാൻ തന്നെയാണ് ഇവിടെ ചെത്തി വൃത്തിയാക്കുന്നത്. എപ്പോഴും ഞാൻ തന്നെയാണ്.
എപ്പോഴും ചിലപ്പോൾ എനിക്കതിന് പറ്റിയെന്ന് വരത്തില്ല. കാരണം ആരോഗ്യസ്ഥിതിയിൽ കുറച്ച് പ്രശ്നങ്ങളുള്ള ആളാണ് ഞാൻ. സോ എനിക്കത് എപ്പോഴും പറ്റിയെന്ന് വരത്തില്ല. പിന്നെ എൻ്റെ ഹസ്ബൻഡാണുള്ളത്, 2 കുഞ്ഞു മക്കളാണുള്ളത്. ഹസ്ബൻഡ് എവിടെയെങ്കിലുമൊക്കെ ജോലിക്ക് പോകുന്നതാണ്, പുള്ളിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ലീവ് ഉണ്ടാവില്ല. നമ്മൾ റെൻറ്റിന് താമസിക്കുന്നതാണ്, പുള്ളിക്ക് ലീവ് എടുക്കാനോ അങ്ങനെയൊന്നും പറ്റാത്തൊരവസ്ഥയാണ്. എനിക്ക് പറ്റുന്ന പോലെ, അല്ലെങ്കിൽ പുള്ളി എപ്പോഴും ഉള്ളപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന പോലെ ഞങ്ങളിവിടെ ചെത്തി വൃത്തിയാക്കാറുണ്ട്. പിന്നെ ഇതിൻ്റെ അങ്ങേപ്പുറം ഇങ്ങേപ്പുറം ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയാത്തതുകൊണ്ടാണ്. ചെയ്തിട്ടുണ്ട് നമ്മൾ മെഷീൻ റെൻറ്റിനെടുത്തിട്ട് 6-7 മാസം കൂടുമ്പോൾ മെഷീൻ റെൻറ്റിനെടുത്തിട്ട് ഇത് അതിൻ്റെ ടോപ്പ് മാത്രം ചെത്തിക്കളയാന്നല്ലാണ്ട് ഇതിനെ നമുക്ക് വേരോടുകൂടി നശിപ്പിക്കാൻ പറ്റിയല്ല. ഇത് ഇവിടുന്ന് അങ്ങത്തോളം ഇങ്ങനെ തന്നെയാണ്. അതിൻ്റെ അർത്ഥം ആരും ഇവിടെ വൃത്തിയാക്കുന്നില്ല എന്നുള്ളതല്ല. ഇതിനകത്ത് കുറേ കമൻറ്റ് കണ്ടുകൊണ്ട് ഞാൻ അങ്ങ് എടുത്ത് പറയുകയാണ്. അതിനർത്ഥം നമ്മളിവിടെ വൃത്തിയാക്കുന്നില്ല എന്നുള്ളതല്ല. നമ്മൾ റെൻറ്റിനാണ് താമസിക്കുന്നത്. നമ്മളിങ്ങനെ വൃത്തിയാക്കാതെ വീട് നോക്കാതെ കിടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹൗസ് ഓണർ നമ്മളോട് ഇവിടുന്ന് മാറാൻ പറയത്തേ ഉള്ളൂ. ഇത് കണ്ടോ, അവരുടെയൊക്കെ ഫ്രണ്ട് എല്ലാ വീടും ഏകദേശം അത് നമ്മൾ നശിപ്പിക്കാഞ്ഞിട്ട് വൃത്തിയാക്കാഞ്ഞിട്ടും അല്ല. അത് എത്ര പേർക്ക് മനസ്സിലാവുമെന്ന് അറിയത്തില്ല. ചുമ്മാതെ കമൻറ്റ് കാണുമ്പോൾ ചുമ്മാതെ വന്നിരുന്നുകൊണ്ട് അങ്ങനല്ലേ ഇങ്ങനല്ലേ ഫോണും കൊണ്ട് നടക്കുന്ന നേരം മതിയല്ലോ. പക്ഷെ ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. നമ്മളാരെങ്കിലും നമ്മുടെ വീടും പരിസരവും വൃത്തിയാക്കാതെ ഇട്ടുകൊണ്ട് നടക്കുമോ? പ്രത്യേകിച്ച് എനിക്ക് 2 കൊച്ചു കുഞ്ഞുങ്ങളാണുള്ളത്. അങ്ങനെ വൃത്തിയാക്കാതെ നടക്കുമോ? ഇല്ല. നമ്മുടെ അവസ്ഥയാണ്. പക്ഷെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ നല്ല വൃത്തിയാക്കിയിട്ട് തന്നെയാണ് ഇടുന്നത്. ഒരു ദിവസം അല്ലേ ഒരു വീഡിയോയിൽ കണ്ട് ആ വീഡിയോ സത്യം പറഞ്ഞാൽ അന്നേ ദിവസം എടുത്ത വീഡിയോയും അല്ല, അത് കഴിഞ്ഞ ഒരു നവംബർ മാസത്തിലെടുത്ത വീഡിയോ ആണ്. ഞാൻ ചുമ്മാതെ നമ്മളൊരു വോയിസിൽ നമ്മളൊരു കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ആ ഒരു അന്നേ ദിവസത്തേക്ക് പറ്റുന്ന ഒരു രീതിയിൽ ഞാൻ ആ കണ്ടൻറ്റ് ഇട്ടെന്നേ ഉള്ളൂ. ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോസിൽ ഞാൻ എൻ്റെ ഡോഗ്സിൻ്റെ വീഡിയോസ് മാത്രമാണ് ഇടുക. അല്ലാതെ എൻ്റെ ഒരു കുക്കിങ്ങോ അല്ലെങ്കിൽ മറ്റൊന്നും തന്നെ ഇടാറില്ല. ഈ ഡോഗ്സിൻ്റെ വീഡിയോസ് മാത്രമാണ് ഞാൻ ഇടാറുള്ളത്. അല്ലാതെ എൻ്റെ യൂട്യൂബ് ചാനലോ എൻ്റെ ഫേസ്ബുക്ക് ചാനലോ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലോ മറ്റൊരു വീഡിയോസും ഉണ്ടാകുകയില്ല. മീൻസ് കുക്കിങ്ങോ അല്ലെങ്കിൽ സ്റ്റിച്ചിങ്ങോ ലൈക്ക് അങ്ങനെയുള്ള ഒരു വീഡിയോസും എൻ്റെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഉണ്ടാകുകയില്ല. ഇഷ്ടമുള്ളവർ കാണുക, അല്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക. പിന്നെ കമൻറ്റ്സ് ഇഷ്ടമല്ലാത്തവർ അത് ഇഷ്ടമല്ലെങ്കിൽ ആ രീതിയിൽ കമൻറ്റ് ഇട്ടോളാം. കമൻറ്റ് ഇടുന്നവർ കുറച്ച് മാന്യമായ രീതിയിൽ കമൻറ്റ് ഇടാൻ ശ്രമിക്കുക. അത് പറയാൻ കാരണം എൻ്റെ മകൾ എനിക്ക് 2 പെൺകുട്ടികളാണുള്ളത്. ഒരാൾക്ക് 13 വയസ്സും ഒരാൾക്ക് 2 വയസ്സും. എൻ്റെ ഒരു മകളുടെ കൂടെ നിൽക്കണ ഒരു വീഡിയോ ഇട്ടിട്ട് ഒരു മാന്യനായ അദ്ദേഹം, ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ പ്രൊഫൈൽ പിക്ചർ വെച്ചൊരു അദ്ദേഹം എൻ്റെ ആ വീഡിയോയുടെ അടിയിൽ 3-4 വീഡിയോയുടെ അടിയിൽ വന്നിട്ട് പുള്ളി വളരെ മോശമായിട്ട് കമൻറ്റ് ചെയ്യുന്ന കണ്ടു. മോശമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറയ്ക്കുന്ന ഭാഷയിൽ. ഞാൻ പറയട്ടെ, അദ്ദേഹത്തിന് അമ്മയുണ്ടാവും, ഭാര്യയുണ്ടാവും, മകളുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, സഹോദരിമാരുണ്ടാവും. ഈ സ്ത്രീകൾ അല്ലെങ്കിൽ ഈ ചേട്ടൻ പറഞ്ഞ അവയവമില്ല എന്നുണ്ടെങ്കിൽ ചേട്ടൻ ഇങ്ങനെ വന്നിരുന്ന് കമൻ്റ് എഴുതാനുണ്ടാവുകയില്ല. അമ്മയുടെ മുലപ്പാൽ കുടിച്ച് വളരുന്ന ഒരു സ്ത്രീയുടെ മാറൂറ്റി വളർന്ന ഒരു മക്കളും പറയാത്ത രീതിയിൽ അത്രയും വൃത്തികെട്ട രീതിയിൽ കമൻറ്റ് വന്ന് എഴുതി വെക്കുന്നുണ്ട്. ഞാൻ പറയണമെന്ന് വിചാരിച്ചല്ല, പിന്നെയും ഓർത്തു പറയാതിരുന്നാൽ ശരിയാവത്തില്ല. കാരണം നമ്മളെല്ലാവരും നമുക്കൊക്കെ മക്കളുള്ളതല്ലേ. ഒരു കൊച്ചുകുട്ടി, ഒരു 13 വയസ്സുള്ള ഒരു കുട്ടിയെ അദ്ദേഹം സംസാരിച്ച രീതി, അദ്ദേഹം എഴുതി വെച്ച അത്രയും വൃത്തികേട്. പുള്ളിക്ക് എന്തോ സെക്ഷലി എന്തോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു പുള്ളിക്ക്. എനിക്കറിയില്ല പുള്ളിക്ക് ഭാര്യയുണ്ടോ, അമ്മയുണ്ടോ, പെങ്ങന്മാരുണ്ടോ, മക്കളുണ്ടോ. ഇനി മക്കളുണ്ടെങ്കിൽ ആ പുള്ളിയുടെ മക്കൾ എങ്ങനെയായിരിക്കും ഈ മനുഷ്യൻ്റെ കൂടെ ജീവിക്കുന്നതെന്ന് വരെ ഞാൻ ആലോചിച്ചു. അതൊക്കെ ഓർക്കണം. ഭഗവാന്റെ പടവും വെച്ചിട്ടാണ് ഈ വർത്താനം വന്നിരുന്ന് പറയണത്. ഒരു വീഡിയോയിലല്ല, പല വീഡിയോയിലാണ്. അപ്പോൾ ചേട്ടനോട് എനിക്ക് പറയാനുള്ളത്, ഇപ്പം എൻ്റെ മര്യാദയാണെങ്കിൽ ഞാൻ ചേട്ടൻ്റെ പേരെടുത്ത് ഇവിടെ എടുത്ത് പറയാത്തതും എൻ്റെ ചേട്ടൻ്റെ പ്രൊഫൈൽ ഇവിടെ സ്ക്രീനിൽ കാണിക്കാത്തതും എൻ്റെ മര്യാദയാണ്. ഇനി ഒരുപക്ഷെ ഞാൻ ആ മര്യാദ കാണിച്ചെന്ന് വരത്തില്ല. സംസാരിക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് സംസാരിക്കുക. ഒരമ്മയ്ക്ക് പിറന്നതാണെങ്കിൽ, ഒരു സ്ത്രീക്ക് പിറന്ന ഒരു മകളാണെങ്കിൽ ആ രീതിക്ക് സംസാരിക്കാം. കുഞ്ഞുമക്കളെ കാണുമ്പോൾ ഈ രീതിയിൽ എങ്ങനെ സംസാരിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ അത് ഓരോരുത്തരുടെ അവർ വളർന്നു വന്ന് അവരെ വളർത്തിയതിൻ്റെ ദോഷമായിരിക്കാം. മറ്റൊരു സ്ത്രീയെ കാണുമ്പോൾ ഈ രീതിയിൽ സംസാരിക്കുന്നത് അവരെ വളർത്തിയവരുടെ കുഴപ്പവും അവർ വളർന്നു വന്ന സാഹചര്യവുമായിരിക്കാം. അതേ ഉള്ളൂ. പിന്നെ എന്താ പറയുക, സോഷ്യൽ മീഡിയയാണ്, പോസിറ്റീവും നെഗറ്റീവും ഉണ്ടാവും ഒക്കെ എനിക്കറിയാം. ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ വീഡിയോസിൽ എൻ്റെ ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ എൻ്റെ ഡോഗ്സിൻ്റെ വീഡിയോസൊക്കെ ആയിരിക്കും കൂടുതലും ഉണ്ടാകുക. മറ്റൊരു തരത്തിലുള്ള വീഡിയോസും ഉണ്ടാവുകയില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ദയവായി സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ അത് മാന്യമായ രീതിയിൽ കമൻ്റ് ഇടാൻ ശ്രമിക്കും. നമ്മളൊക്കെയും പിന്നെ ഇതിനകത്ത് സ്ത്രീകളും ഇടുന്നുണ്ട് കേട്ടോ, വളരെ മോശമായിട്ട്. ആരോഗ്യസ്ഥിതി എപ്പോഴും ഒരുപോലെ ആകണമെന്നില്ലല്ലോ, നമുക്ക് എല്ലാവർക്കും ആകണോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. കുറച്ചല്ല, ഒന്നിലധികം ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഒരാളാണ്. എല്ലാവർക്കും ആരോഗ്യം എപ്പോഴും ഒരുപോലെ ആവണമെന്നില്ലല്ലോ, ഉണ്ടോ? നമ്മളൊക്കെ സ്ത്രീകൾക്ക് മനസ്സിലാവും. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കുറേ ആരോഗ്യ പ്രശ്നങ്ങളുള്ളതാണ്. എനിക്ക് എപ്പോഴും ഒരുപോലെ ആയിരിക്കണമെന്നില്ല. പിന്നെ ഉള്ളത് 2 കുഞ്ഞുമക്കളാണ്. എനിക്കങ്ങനെ ഡിപ്പെൻഡ് ചെയ്യാനും അങ്ങനെ ആരുമില്ല. അപ്പം നമ്മളുടെ പരിമിതികൾ ഒരുപാടാണ്. അതൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ ഇതാ എൻ്റെ കുഞ്ഞുമക്കൾ ഇവിടെ ഉണ്ടോ, അത് ജൂലി കേട്ടോ.
ഇത് നമ്മുടെ ജൂലി. നമ്മുടെ നമ്മുടെ ഫേസ്ബുക്കിൽ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും കേട്ടോ. ഇത് നമ്മുടെ ജൂലി. പിന്നെ ഇത് നമ്മളുടെ ബെല്ല. ഇങ്ങനെയാണ് കേട്ടോ. പിന്നെ അപ്പുറത്തെ സൈഡിൽ അവിടെ കുറച്ച് മത്തൻ്റെ വള്ളിയൊക്കെ പടന്ന് കിടപ്പുണ്ട്. ഇനി ആ സൈഡിലോട്ട് കാണിക്കാഞ്ഞത് തന്നെ അതാണ്. അയ്യോ പിന്നെയും പറയും വൃത്തിയില്ലേ വൃത്തിയില്ലേ വൃത്തിയില്ലേ. എൻ്റെ പൊന്നു സഹോദരങ്ങളെ, വൃത്തിയില്ലാഞ്ഞിട്ടല്ല, നമ്മളുടെ പരിമിതി, നമ്മളുടെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വെച്ചിട്ടാണ്. എല്ലാവരും ഒന്ന് മനസ്സിലാക്കുമെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇഷ്ടപ്പെട്ടവരൊക്കെ കൂടെ കൂടുക. നിങ്ങൾ പറയുന്ന ഓരോ കമൻസും എനിക്ക് മനസ്സിലാകുന്നു. ഇപ്പോഴും ഞാൻ ഒരിക്കലും അതൊരു നെഗറ്റീവായിട്ട് കണ്ടിട്ടല്ല ഞാൻ പറയുന്നത്. നമ്മളുടെ അവസ്ഥ ഒന്ന് നിങ്ങളോട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ കേട്ടോ. അത് ഒന്നിൽ കൂടുതൽ പേര് പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. പിന്നെ മകളുടെ കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്രയുള്ളൊരു കൊച്ചുകുട്ടിയെക്കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടി മാന്യമായി പറയാം. ഈ പറഞ്ഞ ആൾക്കാർക്കൊക്കെ മക്കളുണ്ടാവും, ഭാര്യ ഉണ്ടാവും, അമ്മയുണ്ടാവും. വീണ്ടും പറയുക കേട്ടോ. അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് കാണും വരെ ബൈ. ഇത്രയും അപ്പം ചെത്തി കഴിഞ്ഞു. അവിടെ വരെ ചെത്തി കേട്ടോ. നമ്മുടെ ഈ വാതിൽ മുതൽ ഒന്ന് കറങ്ങി മദ്രാസ്, ബാംഗ്ലൂർ, ബോംബെ, കൽപ്പാത്തി, ആലപ്പുഴ, ചാക